വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കമൽ ചേരുന്നുണ്ട്. കമൽ, അപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രദേശത്തെ ഒരു അവസ്ഥ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന നീക്കങ്ങൾ. പ്രജീഷ്, 2 മാസം മുമ്പ് രാധ എന്ന തോട്ടം തൊഴിലാളി സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി. അന്ന് ആ കടുവയെ കുറേ ദിവസം തെരഞ്ഞെങ്കിലും വനംവകുപ്പ് പിടികൂടുന്നതിന് മുൻപ് തന്നെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിനടുത്ത സ്ഥലത്ത് തന്നെയാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാൽപ്പാടുകൾ കണ്ട നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് എത്തി അത് കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. കടുവ അതിലെ വന്നുപോയി. തോട്ടം മേഖലയാണ്, വനത്തോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ വളർത്തുമൃഗങ്ങൾക്കോ മറ്റോ ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് അത്തരത്തിൽ കൂടുതൽ ഒരു മുൻകരുതലിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും വനത്തിനടുത്ത് തന്നെയാണ് ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ നിരീക്ഷണവും കാവലും പ്രദേശത്ത് ഏർപ്പെടുത്തുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രജീഷ്.